ന്യൂസ് ഫോട്ടോഗ്രാഫി എന്നാൽ ചരിത്ര മുഹൂർത്തം സൃഷ്ടിക്കലാണെന്ന് നടൻ ജോയ് മാത്യു. ചോയ്ക്കുട്ടി സ്മാരക അവാർഡ് ഫോട്ടോഗ്രാഫർ റിങ്കു രാജിന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ നിസ്സഹായതയ്ക്ക് പിന്നാലെ സഞ്ചരിച്ച ഫോട്ടോഗ്രാഫറായിരുന്നു ചോയ്ക്കുട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കാലിക്കറ്റ് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചോയ്ക്കുട്ടി സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ചോയ്ക്കുട്ടി സ്മാരക വാർത്താചിത്ര പുരസ്കാരം മലയാള മനോരമ കൊല്ലം ബ്യൂറോയിലെ ചീഫ് ഫോട്ടോഗ്രാഫർ റിങ്കുരാജ് മട്ടാഞ്ചേരിയിലൻ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു ജോയ് മാത്യു. വളരെ കുറച്ച് സംസാരിക്കുന്ന വളരെ മൃദുല പ്രകൃതിയായ ഒരു മനുഷ്യൻ. പറഞ്ഞ പോലെ ഫോട്ടോ എടുത്തതൊന്നും അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. ഫോട്ടോ എടുത്തൊക്കെ പറയും, പിന്നെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എടുത്തൊക്കെ പറയും. ഏറ്റവും സവിശേഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചോയ്ക്കുട്ടിയേട്ടൻ ഈ പറഞ്ഞ പോലെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ തിരുവോരങ്ങളുടെ മനുഷ്യർ, യാചകര്, അതേപോലെ രാഷ്ട്രീയപരമായി വ്യത്യസ്തത പുലർത്തുന്ന, അങ്ങനെ മറ്റുള്ള പ്രഖ്യാത ഫോട്ടോഗ്രാഫർമാർക്ക് തോന്നാത്ത തോന്നലുകളുള്ള അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ നിസ്സഹായതകളിലാണ് ചോയ്ക്കുട്ടിയുടെ ക്യാമറ എപ്പോഴും സഞ്ചരിച്ചിരുന്നത്. പി അഭിജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകൻ ആർ മോഹനൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ്, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് പി പി അബൂബക്കർ, മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റ് പി പീതാംബരൻ, ഫോട്ടോഗ്രാഫർമാരായ എം ടി വിദുരാജ്, കെ വി ശ്രീജേഷ്, പത്രപ്രവർത്തക എ ധന്യ, ചോയ്ക്കുട്ടിയുടെ മക്കളായ സി ഷനോജ്, സി രേഖ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ